പേലിയും ചാളിനും അഴിച്ചിട്ടില്ല എന്നല്ല കെട്ടിട്ടില്ലേ പൂട്ടിട്ടില്ലേ അവര് കളിക്കുക മഴ പെയ്ത് ചെളിയില് കേറിട്ടെ ആ സിറ്റ് ഔട്ട് ഞാൻ ക്ലീൻ ആക്കിട്ട് വീണ്ടും അവിടെ ആകെ അഴുക്കാക്കി പേളി വിടറിയതിനെ കളിക്കുക എന്ത് രസം ചാർലി ചാർലി സുന്ദരൻ എന്താ കളിയിലവരാ. അതെ 2 ദിവസമായിട്ട് കനത്ത മഴയാണ്. മഴ എല്ലാ സ്ഥലത്തും മഴയുണ്ട്. അപ്പോൾ മഴ കാരണം നമ്മുടെ ഇപ്പോൾ കൃഷി സ്ഥലം ആകെ പെശക്കായി. കാലത്തേ ഇതിലിത് ഇത്രയ്ക്ക് വെള്ളമായിരുന്നു. അപ്പോൾ ഞാനിങ്ങോട്ട് ഇറങ്ങിയില്ല. ഇവിടെയൊക്കെ വെള്ളമായിരുന്നു. കാലത്തേന് മഴ തിരി തോർന്നു. നമ്മുടെ മഴ വെള്ളം പോയി. ഈ ചോളൊക്കെ മറിഞ്ഞു വീണു. കണ്ട ചോളം നോക്കി നല്ല ഭംഗിയിലായിരുന്ന ചോളമായിരുന്നു. അവനൊക്കെ മറിഞ്ഞു. പിന്നെ ഇതിലൊക്കെ നിറയെ വെള്ളമായിരുന്നു. ഈ കാബേജിൽ കൊള്ളിയൊക്കെ മറിഞ്ഞു. എൻ്റെ കൊള്ളികളെ കപ്പകളെ തണ്ണിമത്തൻ്റെ ഇതില് വെള്ളം നിൽക്കണേ ഇതൊക്കെ മറിഞ്ഞവരെയൊക്കെ ശരിയാക്കി എടുക്കണം. അതേ പറ്റേണ്ട വന്നു. പിന്നെ ഇതിന് വലിയ കുഴപ്പം പറ്റില്ല. ഇത് നമ്മുടെ ഈ ബ്രോക്കോളിനുണ്ടോ, ബ്രോക്കോളികൾക്ക് കുഴപ്പം വന്നിട്ടില്ല. പിന്നെ ഇങ്ങോട്ട് വാ, ഇത് നമ്മുടെ ബ്രോക്കോളികളാണ്. ബ്രോക്കോളികൾക്ക് ഈ ചേട്ടൻ കുറേശ്ശെ വെള്ളം നനയ്ക്കാന്നും പറഞ്ഞിട്ട് എല്ലാത്തിനും ഓരോരോ തടായിട്ട് ഇങ്ങനെ ആക്കിയതാ. തടാക്കിയിട്ട് ചാണപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്ത് ഒക്കെ സെറ്റാക്കിയതാ. അപ്പോൾ ഇന്നലത്തെ മഴ ഓടിയിട്ടൊക്കെ നോക്കിയേ വീണ് കിടക്കാണ്. വീണിതെല്ലോ കിടക്കുന്നു ധരണിയിൽ ശോണിതവും അണിഞ്ഞയ്യോ ശിവശിവ, അങ്ങനെയല്ലേ കവിത? വീണപ്പൂവിൻ്റെ അല്ലേ? ആ, അപ്പോൾ അങ്ങനെ ഇത് നമ്മുടെ ഈ മണിത്തക്കാളിയാണ്. അതിനൊന്നും വലിയ കുഴപ്പമില്ല. പിന്നെ വലിയ ഒരു കുഴപ്പമുണ്ടായിരുന്നത് ഈ അമരക്കായില്ലേ, അമരമ അധികം അങ്ങോട്ട് പൂവിടണില്ല. എന്താണാവോ അമര ഇവിടെയൊക്കെ ഇത് ഇത്രയ്ക്ക് വരത്തിൽ വെള്ളമായിരുന്നു കാലത്ത്. അപ്പൊ ആര് ഷൂട്ട് ചെയ്യാനായിട്ട്? ഇവരെ എനിക്കിന് പോലും ഇല്ല. ജഗു പിന്നെ നോക്കിയാ നമ്മുടെ അസോള പിന്നെ ഉണ്ട്. അസോളയില് നിറഞ്ഞു തേട്ടി ടാങ്ക് നമ്മൾ അന്ന് 3/4 വെള്ളാക്കി ഇട്ടപ്പോ എല്ലാവരും പറഞ്ഞു നിറച്ച് വെള്ളാക്കിയിടാനായിട്ട് കമന്റ്സ് ഉണ്ടായിരുന്നു. ഇപ്പൊ കണ്ട നിറച്ചാക്കേണ്ട ആവശ്യമില്ലേ? അപ്പൊ നോക്കിയേ ഒക്കെ പോയി തേട്ടി പോയി. ഇല്ല അധികം പോയിട്ടൊന്നും ഇരിക്കണ്ട, ഇത്രയ്ക്ക് ഒരു സ്വല്പം പോയിട്ടല്ലോ. അത് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്, അതായത് അസോള ഈ മഴ പെയ്യുമ്പോൾ നിറഞ്ഞു പോയില്ലെന്ന്. അപ്പോൾ വെള്ളം കുറച്ചിടണം. അതന്നെ കുറയ്ക്കണം. അപ്പോൾ ഇത്രയ്ക്ക് വെള്ളം വേണ്ട, ആവശ്യമില്ല. ഇതിൻ്റെ ഒരു ചെറിയ നിരപ്പിൽ വെള്ളം മതി. അപ്പോൾ മഴ പെയ്തതൊക്കെ പൂലായിട്ട് ഇനിയിപ്പോൾ 2 ദിവസം അങ്ങനെ അത് കുഴപ്പമില്ല. പോണ പൂവയിലും ഇവിടെ ഉണ്ടല്ലോ, വലയിൽ പോയാലും കുളത്തില്. പിന്നെ ഏറ്റവും ഏറ്റവും മനോഹരമായ വസ്തുത കാണിച്ചു തരാം. അവിടുത്തെ ഫെൻസിന്റെ പണി ഏതാണ്ട് കഴിയാറായി തുടങ്ങിയില്ലേ? പെയിന്റ് അടിയപ്പോ നമ്മളുടെ വീട്ടില് മറ്റേ നമുക്ക് പറക്കാൻ മുന്തിരിത്തോപ്പുകളിലത്തെ നമ്മൾ ബാക്കിൽ ഇതുണ്ടാക്കിയിട്ടില്ലേ, കുറച്ച് ഭാഗം വെള്ള കളറില് ഫെൻസ്, അതുപോലെ സജീവൻ അത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. സജീവന്റെ ഫ്രണ്ടില് അറ്റം തൊട്ട് അറ്റം വരെ ചെയ്യുന്നുണ്ട്. സനീഷ് സുമേഷ് ചെയ്യുന്നുണ്ട്. ചെറിയേട്ടനും ചെയ്യുന്നുണ്ട്. അതെ, ഏറ്റവും മനോഹരമായ കാഴ്ച അവിടെ നിന്നല്ല, ഉള്ളി നോക്കിയേ. ഞാൻ തടം കോരി വളരെ മനോഹരമാക്കിയിട്ട് നല്ല വളർച്ചയില്ല, എല്ലാത്തിനും ചാണപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് മണ്ണിട്ട് കൃത്യമാക്കിയിട്ട് ആക്കിയിട്ടുണ്ട്. നല്ല ഭംഗി, നല്ല വളർച്ചയുണ്ട് കേട്ടാ, നല്ല വലിപ്പമുണ്ട്. ഇതിപ്പോ നമ്മുടെ തങ്കാൻ്റെ ഇല്ലേ, തങ്കാൻ്റെ ഇപ്പൊ ബാംഗ്ലൂരാ മോന്റെ അടുത്തേ. അപ്പൊ അവിടെ അവര് വീട്ടില് ഗ്രോ ബാഗിലേ ഉള്ളി വെച്ചിട്ട് അതുമൊക്കെ പൂവുണ്ടായിട്ട്. നമ്മുടെ ഇവിടെ പൂവുണ്ടാവില്ല അല്ലേ? പൂവുണ്ടാവും. നമ്മള് സ്പ്രിംഗ് വാങ്ങിക്കണേല് അവിടെ ചവിട്ടി കൂട്ടി നോക്കിയോ, ഒറ്റ ചവിട്ടി പേളി കണ്ട. അതിന്റെ അണ്ടകടാഹം അവസാനിപ്പിച്ചു. കുഴപ്പമില്ല, വല്ലാന്ന് വിചാരിക്കുന്നു. അവിടെ പൂവുണ്ടാവൂലേ? നല്ല ഭംഗിയിൽ ഇങ്ങനെ പൂവുണ്ടായിട്ട് നിക്ക. ഇവിടെ പൂവുണ്ടായിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, നമ്മുടെ ഉള്ളി തണ്ടിന്റെ അവിടെ ഒന്നും. പിന്നെ നമ്മൾ വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇവിടെ മെയിനായിട്ട് വന്നത് ഈ വെള്ളത്തിന്റെ കുഴപ്പം നോക്കാൻ പോകുന്നില്ല. പിന്നെ നമ്മുടെ വഴിയിലൊക്കെ വെള്ളമുണ്ട് കേട്ടോ, വഴിയിലൊക്കെ വെള്ളമുണ്ട്. അതൊക്കെ നല്ലൊരു മഴ പെയ്ത് കഴിഞ്ഞ് ഇവിടെ വഴിയിൽ ഒക്കെ വെള്ളം അങ്ങനെ കെട്ടി നിൽക്കും.
കുറച്ച് സമയം ഒന്ന് മഴ മാറുന്നപ്പോൾ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലേ, കാലത്ത് എണീറ്റപ്പോഴൊക്കെ ഇത് ഇവിടെ ദേ ഇതിൻ്റെ ഒപ്പത്തിനായിരുന്നു ഇവിടെ വെള്ളം, ഇതിൻ്റെ ഒപ്പത്തിന്. അപ്പം അതൊക്കെ ദേ കുറച്ച് സമയം ഒന്ന് മഴ മാറി നിന്ന് അപ്പം എല്ലാതും ഇങ്ങനെ വറ്റി ഇങ്ങനെ പോവും. അപ്പോൾ ചേട്ടപ്പോൾ ചെയ്യാൻ പോണത് മധുരക്കിഴങ്ങ് പറിക്കാൻ പോവാണ് അല്ലേ? ആ, മധുരക്കിഴങ്ങ് പറിക്കണം വെച്ചിട്ട് പറഞ്ഞില്ലേ, മധുരക്കിഴങ്ങ് മറ്റേ ചിപ്സ് ഉണ്ടാക്കണം, പിന്നെ മറ്റേ പുഴുങ്ങണം എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ എന്തായാലും മധുരക്കിഴങ്ങ് ഇവിടെ വന്നപ്പോൾ പറിക്കാൻ പോവാണ്. മധുരക്കിഴങ്ങ് ആദ്യത്തെ ഒരെണ്ണം പറിച്ചപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, നോക്കി പറിച്ചല്ല ഞാൻ വെറുതെ കടക്കുണ്ടെന്ന് നോക്കിയപ്പോൾ ഇതേ കണ്ട, അത് ഇവിടുത്തെ മണ്ണ് മാറിപ്പോയി നോക്കി കിട്ടുന്നേ, മഴ പെയ്ത പോലെ കണ്ട മണ്ണ് മാറിപ്പോയിപ്പോൾ ഇതേണ്ട ഇതുണ്ട്. ഇനി ബാക്കിയുള്ളവരുമേ ഉണ്ടാവും അറിയില്ല. ഇത് ഒരു താൽക്കാലികമായിട്ട് ഇവിടെ കൂട്ടിയിട്ട് അതേ അതൊന്ന് കൂട്ടിയിട്ടിട്ട് സീമ ചേച്ചി പറഞ്ഞേ പറിച്ചിട്ട് ഒന്ന് വെയിൽ കൊള്ളണമെന്ന്, ഒന്ന് വലിയണമെന്ന്, അപ്പോഴാണ് മധുരം കൂടാന്ന്. ഈ പ്ലാസ്റ്റിക്കുകളൊക്കെ നമുക്ക് കുറേ ചാക്കുകളും ഇതൊക്കെ വേസ്റ്റുകളൊക്കെ കൊടുക്കാനുള്ളത് ആളെ കിട്ടിയിട്ടില്ല. അല്ല, ആളെ കിട്ടിയിട്ടില്ല എന്നാ കിട്ടിയിട്ടില്ല ഞാൻ എന്തൊക്കെ പറയുന്നത് അല്ലേ. ഇതിപ്പോൾ ഏറ്റവും തമാശ മധുരക്കിഴങ്ങ് പറിച്ച് പുഴുങ്ങാന്നൊക്കെ വിചാരിച്ചു. ആദ്യത്തെ ഒരെണ്ണം പറിച്ചപ്പോൾ രണ്ടെണ്ണം കണ്ടപ്പോൾ ഭയങ്കര ആവേശമായി. അപ്പോൾ അടുത്തേക്ക് ഉണ്ടാവും വിചാരിച്ചു. ഇനിയിപ്പോൾ ദൈവത്തിന് അറിയാം. ദൈവമേ, ഒന്നുമില്ല. ഇതിങ്ങനെ പറക്കിയ അല്ല അടിയിലുണ്ടെങ്കിലോ ഉണ്ട്. അത് നമുക്ക് ഈ കൊത്തിയോണ്ട് അല്ല മറ്റേതുകൊണ്ട് ഒന്നും വരണ്ട അല്ലേ. അല്ല, ആദ്യത്തെ ഒരെണ്ണം ഉണ്ടായിരുന്നില്ല. എന്താ ഒക്കെ പോയാ? ആവേശം കണ്ടപ്പോഴേ എനിക്കറിയായിരുന്നു. പറയില്ലേ, നീ തന്നെ കാരണം മോഹൻലാൽ ശ്രീനിവാസൻ നീ ആ തേങ്ങ കിട്ടും മാങ്ങ കിട്ടും മറ്റേ കിട്ടും പറഞ്ഞിട്ട് ഓർമ്മയില്ലേ? ചന്ദ്രലേഖലല്ലേ? ആ, ചന്ദ്രലേഖ. ഒരു 1100 പിന്നെ ഒരു 20 പറഞ്ഞിട്ട് നിന്റെ ഇത് കണ്ടപ്പോഴേ എനിക്കറിയായിരുന്നു ഒന്നും കിട്ടില്ല. അതന്നെ ചേട്ടന്റെ ആവേശം കണ്ടപ്പോഴേ അറിയരുതേ. ചുക്കിലികളയ്യാ ദൈവമേ, ഒന്നും കിട്ടില്ലല്ലോ. ഇതിപ്പോ ഇങ്ങനെ വലിക്കുക കൈക്കോട്ടുണ്ട് മാന്താനുള്ളത് ഇല്ലേ? കൈക്കോട്ടുണ്ട് മാന്തി കഴിഞ്ഞാൽ തോന്നുന്നു മണ്ണിന്റെ അടിയിൽ ഉണ്ടാവും തോന്നുന്നു. ആ മാന്താം ഒരു കാര്യം ആകെ വള്ളി അതേ ഒരെണ്ണം കിട്ടി. അല്ല നോക്കി ഇങ്ങനത്തെ കിട്ടണല്ലോ. എന്നിട്ട് അതിന്റെ കളറ് അല്ലേ ബെസ്റ്റ് കളറ്. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇത് വള്ളിന്ന് വലിച്ചു കഴിഞ്ഞിട്ട് കൈക്കോട്ടുണ്ടെന്ന് ഒരു മാന്താം ഒന്ന് വൃത്തിയുള്ളത്. ഇതിന്റെ വള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകം മുഴുവൻ അതേ ഒരെണ്ണം ഒക്കെ വലിപ്പല്ല. അത് പറിക്കാറായിട്ടില്ലേ? അപ്പോ അല്ല പറിക്കാറായി. ഈ വലിപ്പത്തിലുള്ള നമ്മൾ പണ്ടൊക്കെ കൃഷി ചെയ്യുമ്പോൾ വലിയ ഇതുകൾ കിട്ടും. ഇനി ഈ വള്ളി വീണ്ടും കുഴിച്ചിടൂ. പിന്നിലേണ്ടത് കുഴിച്ചിടാൻ പോന്നെയാ. അയ്യോ, ഇനിയിപ്പോ ചേട്ടൻ പുഴുങ്ങണം, ബാക്കിയുള്ളത് വറക്കണം, എന്നിട്ട് ബാക്കിയുള്ളത് അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. കാരണം ഒരു കടയിൽ തന്നെ നമുക്ക് അത്ര കണ്ടല്ലോ, ഇതിൽ മുഴുവനപ്പം നിറച്ച് കറക്റ്റ് ചേട്ടൻ നിറച്ചിട്ടുള്ള സാധനം തന്നെ പറിച്ചേന്ന് തോന്നില്ലേ? കിട്ടി. ഉണ്ണി ചവിട്ടല്ലടാ ഉണ്ണി. അല്ല കിട്ടുന്ന മതി. അല്ല ഇനിയിപ്പോൾ ഞാൻ കൂടുതൽ കുടിച്ചിടും. അതേ വരണം കണ്ട ടിഷ്. ഞാൻ അതിന് വേറെ പണിയൊന്നുമില്ലേ. എന്തായാലും വള്ളി ഞാൻ മധുരക്കിഴങ്ങ് നന്നായി വെക്കിനി. ഞാൻ പേളിയെ നമ്മൾ വിചാരിച്ച ലെവലിലേക്ക് എത്തിയില്ല. പേളിയെ അല്ല ഇതൊരു വളം പോലും ചെയ്യാണ്ട് ഇത്ര കിട്ടിയില്ല. അപ്പോൾ വളം ചെയ്തുണ്ടാവും മനസ്സിലായില്ല ചേട്ടാ. അതന്നെ. പക്ഷെ എന്നാലും ഞാൻ ചാണപ്പൊടി അങ്ങനെ അല്ല അത് മറ്റേനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നട്ടേന് ഇത് മാന്തി വെക്കാം, നമുക്ക് മാന്തി വെക്കാം. എൻ്റെ പദ്ധതികൾ മുഴുവൻ പൊളിഞ്ഞു. ഞാനേ കുളി കഴിഞ്ഞതാണ്, എൻ്റെ മേല് കുളി കഴിഞ്ഞിട്ടുണ്ട്. തല കുളിക്കാൻ പാടില്ല, മുടി കെട്ടി വയ്ക്കാനും പാടില്ല. കാരണം ഇന്നലെ നമ്മൾ മുടിയുടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടേ ഇനി നാളെ അവിടെ പോയിട്ട് 45 മണിക്കൂർ കഴിയണമെന്ന് വാഷ് ചെയ്യണമെങ്കിൽ. അവിടെ തന്നെ പോയിട്ട് വാഷ് ചെയ്യണം, ഫസ്റ്റ് വാഷ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ നിൽക്കണേട്ടാ. അല്ലെങ്കിൽ ഞാനിപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല. നീ ഇപ്പോൾ ഒന്നും ചെയ്യണ്ട. ഞാൻ അതിൻ്റെ കടയ്ക്ക് വല്ലതൊക്കെ ഉണ്ടോ നോട്ടെ മാന്തിയിട്ട്. ഇതേ വരണം പിന്നെ ഇതേ വരണം നോക്കിയേ. വേണ്ട ആ ഇത് കുഴപ്പമില്ലേ? എന്തുകൊണ്ട് അതിന് കളറില്ല നോക്കിയേ പിടിച്ചേ. അതേ സരിതേ ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ തള്ളിക്കളയാൻ പറ്റേ? അപ്പം ഉണ്ട്. അപ്പം ഞാൻ ദേ ഒരെണ്ണം ടടൻ ടടേ.
അത് കുഴപ്പമില്ല, കായിക്കോട്ട് പിന്നെ മാന്തിപ്പോ കിട്ടിയതാ. അപ്പോൾ ആവശ്യമുള്ളതായില്ലേ? പറച്ചുള്ളതും വല്ലതും ഉണ്ടെങ്കിൽ ദേ അവിടെ ഒരു ചെറുതുണ്ട് തോന്നുന്നു, ദേ അവിടെ ഒരെണ്ണുണ്ട്. അതന്നെ അല്ല ചെറുത്, അത് അതന്നെ കുഞ്ഞിതാ. കണ്ട പേളി നോക്കി. ചാറിലിപ്പോ എവിടെയാ ഒരുത്തൻ വേറെ ഒരുത്തൻ കിട്ടാ അതൊരു രസല്ലേ. ചെറുപ്പത്തിൽ എപ്പോഴോ സ്കൂള് വിട്ട് വരുമ്പോ ഇതിങ്ങനെ പുഴുങ്ങി വെച്ചിട്ട് ഒരു ഓർമ്മ. നല്ല രസം തിന്നാൻ. അന്നൊന്നും വയറ് നിറച്ച് തിന്നാൻ കിട്ടാറുമില്ല. രണ്ടാവട്ടം അമ്മോട് ചോദിക്കാനും പേടിയാ, അമ്മേരെ നല്ല ചീത്ത കേൾക്കും ചോദിച്ചു കഴിഞ്ഞാൽ. നമ്മുടെ വീട്ടിൽ മധുരക്കിഴങ്ങ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. മധുരക്കിഴങ്ങിനോട് വെറുപ്പായിരുന്നു തേങ്ങ. അയ്യോ വണ്ടൻ 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 അത് കൈക്കോട്ടിന്റെ. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാ. വെറുതെ ഈ സാധനം കുറച്ച് അവറിൻ്റെ ഇടയിൽ വെറുതെ കുഴിച്ചിട്ടാണ്, വെറുതെ കുറച്ച് തണ്ട്. അപ്പോൾ നന്നായി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനം ഉണ്ടാവും, മനസ്സിലായില്ലേ? വേറെ ഒരുത്തൻ വേറെ ഒരുത്തൻ ഒരു ഉണ്ടു കണ്ട. ശരിക്കും ഉരുളക്കിഴങ്ങിൻ്റെ പോലെ ഉണ്ടല്ല. ഇതുപോലെ ഉരുളക്കിഴങ്ങ് ഉണ്ടാവുകയാണെങ്കിലോ ഉരുളക്കിഴങ്ങ് നമ്മുടെ സ്ഥലത്തിന് അനുയോജ്യമല്ല. ഒരു വലുത് കാണുമ്പോ എന്തൊരു സന്തോഷല്ലേ. ചേട്ടത് ചിപ്സ് ഒന്നും ഉണ്ടാകേണ്ടത് പുഴുങ്ങി തിന്നാ നമുക്ക്. പുഴുങ്ങാം. എനിക്ക് പണ്ടത്തെ ഓർമ്മകളൊക്കെ അയവിറക്കിയിട്ട് ഇതിരുന്ന് കഴിക്കണം. സ്കൂള് വിട്ട് വരുമ്പോഴേ ആകപ്പാടെ കിട്ടിയിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയാനേ, ഒരു പ്രാവശ്യം അങ്ങോട്ട് 1-2 പ്രാവശ്യം ആകപ്പാടെ ഈ മധുരക്കിഴങ്ങ് പുഴുങ്ങി. പിന്നെ വല്ലപ്പോഴും കിട്ടാറുള്ള സാധനമാണ് അരി വറുത്തത്. ഞങ്ങളുടെ കട്ടൻ ചായ ഉണ്ടാവും, അതിലിട്ടിട്ട് കുടിക്കും. നമ്മൾ നോക്കിയ സ്ഥലത്ത് വീണ്ടും വീണ്ടും നോക്കുമ്പോ ദേ കിട്ടണു. അയ്യോ പോയിട്ടുണ്ട്. ഇനിയപ്പോ ശരിക്ക് ഞാൻ മധുരക്കിഴങ്ങ് ചീട്ട് എനിക്ക് മധുരക്കിഴങ്ങ് ഭയങ്കര ഇഷ്ടല്ലേ. എനിക്ക് നല്ലട്ടാ. ഇപ്പൊ കണ്ടമാനം പേര് മധുരക്കിഴങ്ങ് വാങ്ങിക്കുന്നുണ്ട്. തുടക്കം നമ്മളത് ഇങ്ങനെ വലിച്ചപ്പോ ഒന്നും കാണാണ്ടായപ്പോ ഒന്ന് വിഷമിച്ചെങ്കിലും അത്രയ്ക്ക് അങ്ങോട്ട് നമ്മളെ നിരാശപ്പെടുത്തിയില്ല. അതന്നെ. അപ്പൊ ഇനി നിർത്തി. മധുരക്കിഴങ്ങ് നോക്കിയാ ഇത്രയ്ക്ക് കിട്ടി നോക്ക്. കണ്ടേ ഇതിവിടെ കിടന്ന് വലിയട്ടെ അല്ലേ. ഇവിടെ കിടന്ന് വലിയട്ടെ. കഴുകണം. ഇവിടെ തന്നെ വെച്ചാൽ മതി. അത് നമുക്ക് വീട്ടിൽ എടുത്തോണ്ടായാലോ. ബക്കറ്റ് ഒന്ന് കഴുകാം. കഴുകിട്ടേ മണ്ണോട് കൂടിയിട്ട് വലിയാനിടില്ല അല്ലേ. മണ്ണോട് കൂടി വലിയാനിട്ടില്ല. അപ്പൊ പിന്നെ ആ മണ്ണ് പിന്നെ കളയാൻ പിന്നെ പണിയില്ലേ. മണ്ണ് എനിക്ക് ഇടണപ്പോ അല്ല അതൊന്ന് കഴുകിയ മണ്ണ് കളയാനേ. ഒന്നുകൂടി അലിക്കരുത്, എല്ലാം അലിക്കരുത്. ഒന്നുകൂടി നന്നായി കഴുകാം. ചേട്ടാ അവിടെ നിന്ന് വെറുതെ വള്ളി കൊണ്ടു കുഴിച്ചിട്ടതാല്ലേ. അത് തെങ്ങിന്റെ കടക്കുന്ന ഒരു വള്ളി വലിച്ചപ്പോ ഒരു കുഞ്ഞ കഷ്ണം കണ്ടപ്പോഴല്ലേ ചേട്ടൻ തോന്നിയേ? വെറുതെ കുഴിച്ചിട്ട് നോക്കാം. എനിക്ക് ആ മധുരക്കിഴങ്ങിനോട് അത്ര തൃപ്തിയില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് തിന്നാൻ കൊതി തോന്നി തുടങ്ങി. കാരണം മധുരക്കിഴങ്ങ് നമുക്ക് ഷുഗറിനൊക്കെ നല്ലതാന്നല്ലേ പറഞ്ഞ. അപ്പം അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് അതിനെ ഇപ്പോൾ ഒഴിവാക്കി കളയേണ്ട ആവശ്യമില്ല എന്ന് ഒരു തോന്നി. അപ്പം ഇത്തിരി കൂടുതൽ കൃഷി ചെയ്യാം മധുരക്കിഴങ്ങ് നമുക്ക്. അവിടെ ഇപ്പോൾ ഒരു തളം ഞാൻ നട്ടുണ്ടല്ലോ. ഇവിടെ തന്നെ നട്ടൂടെ വീണ്ടും? ഇവിടെ നല്ല മണ്ണളക്കം ഉണ്ട്. മണ്ണളക്കം ഇവിടെ മൊത്തത്തിൽ എല്ലായിടത്തും ഉണ്ട്. പോരെ അങ്ങനെ കഴിയാ പോരെ. ഇത്ര കിട്ടി നമുക്ക്. ഇപ്പോൾ ഒരു 2-3 കിലോനൊക്കെ കാക്കിലെടുത്തോണ്ട് അല്ല മധുരക്കിഴങ്ങൊന്നും എന്തായാലും കാക്കെടുത്തോണ്ടില്ല. അപ്പം നമുക്ക് പിന്നെ നാളെ പുഴുങ്ങാം. നമ്മുടെ മധുരക്കിഴങ്ങ് വറച്ചിട്ട് കുറച്ച് ദിവസമായി. കുറച്ച് ദിവസം എന്ന് പറഞ്ഞാൽ 2 ദിവസമായി അല്ലേ? 2 ദിവസം കഴിഞ്ഞു. വലിഞ്ഞു. അതാണ് നമ്മുടെ വലിഞ്ഞാവോ. മഴയായിരുന്നു 2 ദിവസം. 2-3 ദിവസമായിട്ട് ചേട്ടൻ പച്ചക്കറി തോട്ടത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല. അപ്പൊ സരിതര അവകാശം ഞാൻ കവർന്നെടുക്കാണ്. ഇവിടെ ഈ ഗാർഡൻ ആക്കിയോടുകൂടി അല്ലെ ചേട്ടൻ ഇവിടെ എന്തെങ്കിലും പണി ചെയ്തേനെ.
അപ്പം എനിക്ക് കത്തിക്കായിരുന്നു. ഇതില് ഇരുന്നു. നീ അവിടെ ഇരുന്നോ? ഇരുന്നോ? എനിക്ക് ഇരുന്നും വേണ്ട. രണ്ടു മൂന്ന് ദിവസമായിട്ട് മഴ കാരണം നമ്മൾ ഈ അടുപ്പ് കത്തിച്ചിട്ട് കത്തിക്കാറില്ല ചേട്ടാ. നല്ല മഴയില്ല നടന്നേ. ആ മധുരക്കിഴങ്ങ് മധുരക്കിഴങ്ങ് എടുത്തോണ്ട് ഒന്നും കൂടി നന്നായിട്ട് കഴുകാൻ തോന്നുന്നു ചേട്ടാ. ചെളി കളയാൻ മൊത്തം ഞാൻ ഒന്നുകൂടി നന്നായി കഴുകട്ടെ ചേട്ടാ. നീ പണ്ടത്തെ സ്കൂളിൽ നിന്ന് വരുമ്പോഴുള്ള ടേസ്റ്റ് ചിലപ്പോൾ ഉണ്ടാവില്ല ചേട്ടാ. ആ ടേസ്റ്റ് ഒന്നും എനിക്ക് ഓർമ്മയില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എല്ലാതും അങ്ങനെയല്ലേ, പണ്ടത്തെ ടേസ്റ്റ് ഇല്ല എന്ന് പറയും എല്ലാവരും. അന്ന് മധുരക്കിഴങ്ങിനൊക്കെ ഭയങ്കര രസമായിട്ട് തോന്നിണ്ടാവേ. ഇപ്പോൾ ചിലപ്പോൾ അത് കിട്ടില്ല എന്ന് പറയുന്നു ഞാനേ. എൻ്റെ വീട്ടിൽ നിന്ന് എന്തോരം വഴിയാ സെൻറ് ജോസഫ് സ്കൂളിലേക്ക് നടക്കാൻ. അത്രയ്ക്കധികം വഴി എല്ലാ ദിവസവും നടന്നോടുന്നൂല്ലോ. ആലോചിക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നും. 5ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ 6 കൊല്ലം ഇത്രയും വെയിറ്റുള്ള ബാഗും തോളത്ത് വെച്ച്. ചാർലിയുടെ പോലെ പറഞ്ഞ കാലത്തിൽ വെള്ളാക്കി വെച്ചു. അതെന്താണ് നീ എന്നെ ചാർലിയോട് ഉപമിച്ചേ? ചാർലി ഫുള്ള് കറങ്ങലല്ലേ പണി. കറങ്ങി നടക്കല്ല, ഞാൻ സ്കൂളിലേക്കാണ് പോയി ഓടുന്നേ. അതല്ല അവ ഉദ്ദേശിച്ചത് എന്തിനാന്നറിയോ? അവ ഉദ്ദേശിച്ചത് ഇത്രയും ദൂരം പോണതല്ലേന്ന്. പോയി അത് കാരണം ഹൈറ്റ് വയ്ക്കാൻ ഞാൻ. ഹൈറ്റ് ഒന്നും തമ്മിൽ ബന്ധമൊന്നുമില്ല. വണ്ണം വയ്ക്കാത്തത് ശരിയായിരിക്കും. ആരോ വരുന്നു ചേട്ടാ. അറിയില്ല. ആ എനിക്ക് മനസ്സിലായില്ല. ഞങ്ങൾ ഇങ്ങനെ ആലോചിക്കത് ആരാണാവോ. ഞങ്ങൾ സ്റ്റീൽ കലം. സ്റ്റീൽ കലം എന്തൊരു കലേ കത്തിച്ചപ്പോഴേക്കും ചൂടാവണേ. ഇതൊന്നും കളയണ്ടല്ലോ. അതെ, വെള്ളം കൂടുതലല്ലേ ചേട്ടാ? വെള്ളം വെച്ചാൽ കളയാൻ പകുതി കുറച്ച് കളയാൻ. അല്ല എത്രക്ക് ഇനി തിളയ്ക്കാൻ സമയം എടുക്കില്ലേ? കളയട്ടെ. നമ്മള് പുഴുങ്ങിയിട്ടില്ല അല്ലേ നമ്മുടെ വീട്ടിൽ ഇതുവരെ? അല്ല കിട്ടല്ല, വാങ്ങിയിട്ടായാലുവേ. ചെറുേട്ടനൊക്കെ ഇഷ്ടം പോലെ വാങ്ങി. മത്തങ്ങയും മധുരക്കിഴങ്ങാണ് ചെറുേട്ടൻ ഏറ്റവും കൂടുതൽ വാങ്ങിക്കണ സാധനങ്ങൾ. അപ്പോൾ ചേട്ടന് മധുരക്കിഴങ്ങ് ഇഷ്ടമില്ല. പക്ഷേ ചേട്ടന് ഇഷ്ടമില്ല എന്ന് ചേട്ടൻ പറയാറുണ്ട്. തിളച്ചിട്ട് കുറച്ച് സമയമായിട്ടാ. പണ്ടത്തെ മധുരക്കിഴങ്ങിന്റെ മണം വരുന്നു. മധുരക്കിഴങ്ങ് ആവിയിൽ പുഴുങ്ങില്ല അല്ലേ? ഇതിന്റെ മധുരമൊക്കെ ഇപ്പൊ ഈ വെള്ളത്തിൽ പോവില്ലേ? ഇഡ്ഡലി ചെമ്പിൽ തട്ടിൽ വെച്ചിട്ട് പുഴുങ്ങില്ല അല്ലേ? ഞാൻ അങ്ങനെയാന്ന് വിചാരിച്ചിട്ടായിരുന്നു നടന്നേട്ടാ. പിന്നെ ഇഡ്ഡലി ചെമ്പില്ലേന്നാ, അലുമിനിയത്തിന്റെ ഇഡ്ഡലി ചെമ്പായിരുന്നു മാത്രം അല്ലേ ചേട്ടാ? സ്റ്റീലിന്റെ ഒന്നുമില്ല. പിന്നെ ഇഡ്ഡലിയുടെ തട്ടുകളില്ലേ, കുഴി, ആ കുഴിക്കൊക്കെ ഓട്ടയുണ്ടാവും. തട്ടില്ലേ, തട്ടിൽ ഇഡ്ഡലി കോരി ഒഴിക്കണ കുഴികളില്ല, അതിനൊക്കെ നിറച്ച ഓട്ടകളാ. എന്നിട്ട് അതിലൊരു തുണി വെക്കും, ഒരു വെള്ള കളറുള്ള ഒരു ശീല. എന്നിട്ട് അതിലാണ് ഒഴിക്കുക. എന്നിട്ട് ആ വെള്ള തുണി അങ്ങനെ എടുത്തിട്ട് കുടഞ്ഞിടും. അങ്ങനെ ആ വെള്ള തുണി വെച്ചില്ലേ മാവ് ഒഴിക്കുമ്പോൾ ഈ കുഞ്ഞു കുഞ്ഞു ഓട്ടകളിൽ കൂടെ മാവ് പോവില്ലേ? അപ്പം എല്ലാത്തിനും ആവി കിട്ടും. തുണി അടക്കം എടുത്തിട്ട് ഇങ്ങനെ ഇടും. ഇതിപ്പോ നമുക്ക് തട്ടിറക്കി വെച്ച് ചൂടാറാൻ വെയിറ്റ് ചെയ്യണ്ട, എന്നിട്ടല്ലേ ഇഡ്ഡലി എടുക്കാൻ കിട്ടുള്ളൂ. ഇപ്പൊ നമ്മുടെ ഓട്ടയുള്ളതാ. അല്ല ഓട്ടയുള്ളതാണ് ഇപ്പോഴത്തെ ഇഡ്ഡലി തട്ട്. നമ്മൾ 30 എണ്ണം ഒറ്റയടിക്ക് ഉണ്ടാക്കാൻ പറ്റണ വാങ്ങിച്ചില്ലേ ന്യൂ കേരളയിൽ നിന്ന്? അതിന് ഓട്ടയുള്ളതാ. പക്ഷെ കുഞ്ഞോട്ടയാ, അതിൽ കൂടെ പൂവില്ല. ഒരു കയ്യിലെടുത്തിട്ട് വരാം, ഞാൻ എടുത്ത് നോക്കണ്ട, വേവ് ആയി ഉണ്ടാവും. നമ്മുടെ സ്റ്റീലിന്റെ കാലത്തിലാണ് ഇത്, എങ്ങനത്തെ കാലാണ് തിളപ്പിക്കുന്നത്. ഇങ്ങനെ പാല് കളിച്ച് പോയി പറഞ്ഞ സ്റ്റീലിന്റെ ഇതിനേക്കാൾ വലിയൊരു കലം കൂടി വാങ്ങിച്ചായില്ല. അപ്പൊ ചോറ് കഴിക്കണം അവിടെ. കുഴപ്പമില്ല. അടിപൊളി കല. മണ്ണിന്റെ കലാകുമ്പോ ചൂടാവാൻ കുറെ. ഏത് പാട്ട്?
ടിങ്. എന്നാൾ പറഞ്ഞില്ലേ മഞ്ഞണി കൊമ്പിൽ എന്ന് പറഞ്ഞിട്ട് ആ അത് പാട്. മഞ്ഞണി കൊമ്പില എനിക്ക് അതിന്റെ വരികൾ അറിയില്ലേ. അത് നോക്കി പാടിക്കുക. മഞ്ഞണി കൊമ്പിൽ. അയ്യോ അതിന്റെ കോപ്പിറൈറ്റ് ഉണ്ടാവും അതിന്. അപ്പൊ പകുതി തൊട്ട് പാടി തൊട്ട് പാടാം. കണ്ണാട തരൂ. നമ്മുടെ ആദർശ് പണിക്കറാണ് കമന്റ് ഇടാ. അടുത്ത പാട്ടിനും വീഡിയോയ്ക്കുമായി കാത്തിരിക്കുന്നു. കുറെ നാളാളെ കണ്ടോടുന്നില്ല കമന്റിൽ. അപ്പോൾ ആളും കിട്ടാൻ കണ്ണിന് എന്തോ പറ്റിയിട്ടിരിക്കുകയാണെന്നല്ലേ, അതുകാരണം വീഡിയോ ഒന്നും കാണാൻ പാടില്ല അത്രേ. ആദർശ് പണിക്കർ വലിയ കമന്റ് ഇടും. ഇപ്പോൾ ഒരുവിധം പേരൊക്കെ നമ്മുടെ വലിയ വലിയ കമന്റ്സ് ഇടണേ. എന്ത് രസമായിട്ട് ഓരോരുത്തരുടെ സാഹിത്യവാസനയൊക്കെ ഇങ്ങനെ ഉണരുകയാണെന്ന് തോന്നുന്നുണ്ട്, എഴുതാനുള്ള വാസനയൊക്കെ. നല്ല കമന്റ് വായനയിൽ നമ്മൾ കഷ്ടപ്പെട്ടു ചേട്ടാ കമന്റ് എടുക്കാനിട. അത്രയ്ക്കും ബെസ്റ്റ് കമന്റുകളല്ല. മഞ്ഞിൽ മുങ്ങിത്തെന്നൽ വന്നു മാവേലിക്കാവിൽ, ഒറ്റയ്ക്കൊരു കൊമ്പിൽ കൂടും കൂട്ടി നീ. മഞ്ഞിൽ മുങ്ങിത്തെന്നൽ വന്നു മാവേലിക്കാവിൽ, ഒറ്റയ്ക്കൊരു കൊമ്പിൽ കിളിക്കൂടും കൂട്ടി നീ. ചൊടിയിണകളിൽ അമൃതമുടവനിതുവഴി വന്നു, ഒരു ചെറുകുളിരല ഇളകി നിന്നോമൽ കരളിൽ. മഞ്ഞണിക്കൊമ്പിൽ ഒരു കിങ്ങിണിത്തുമ്പിൽ, താനിരുന്നലിഞ്ഞാടിടുന്നൊരു സുമംഗലിക്കുരുവി. ഇണയെവിടെ തുണയെവിടെ, ഇണയെവിടെ തുണയെവിടെ സിന്ദൂരക്കുരുവി. എന്തൊരു ജഗ്ഗുന്റെ തലേരവിടെ കടന്നലാണോ? ജഗ്ഗു ചെവിയിലവിടെ വന്നിട്ട് ഇങ്ങനെ കിക്കിളിയാ കഴിച്ച. ജഗ്ഗു ഇങ്ങനെ പിടിച്ച് എന്നിട്ട് ഷൂട്ട് ചെയ്ത്. ഈ പാട്ടില് ഇവിടെ ഭയങ്കര ഹാപ്പിയാണല്ലോ. ആര്? പൂർണ്ണിമയുടെ കഥാപാത്രം. അത് കഴിഞ്ഞാൽ മോഹൻലാല് വന്നിട്ട് കൊല്ലണത്. മോഹൻലാലിനെ ഇതിൽ ഇത്രയും വലിയ ദേഷ്യമുള്ള വ്യക്തിനെ ഈ ഭൂമിയിൽ മലയാളികൾക്ക് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ അന്നത്തെ അത്രയും വെറുത്ത കഥാപാത്രമായിരുന്നു, ക്യാരക്ടറായിരുന്നു മോഹൻലാലിന്റെ. കാരണം ശങ്കറും ഇവളും ഒന്നിക്കണം എന്നുള്ളത് മലയാളികളുടെ ഒരു ചിരകാല അഭിലാഷം പോലെ ഇരുന്നു ആ സിനിമ കാണുമ്പോഴൊക്കെ. ഇത് നമ്മുടെ വത്സേച്ചി പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള വത്സേച്ചി. ആ പടം ഇറങ്ങിയ ഉടനെ ചെക്കന്മാരൊക്കെ പെൺകുട്ടികളെ കാണുമ്പോ ഇങ്ങനെയല്ലേ അതിലൊരുന്നുള്ളത്. ആ ഇങ്ങനെയാണല്ലേ? ആ അങ്ങനെയാക്കുന്നു. അതിലത്തെ ഒരു കോഡ് ഭാഷയത് ഞാനൊരു ഇത് പറഞ്ഞിട്ടില്ലേ, ഇല്ല ഞാൻ അച്ഛന് ചോറ് കൊണ്ടുമ്പോ കുഞ്ഞ് ജഗ്ഗുവിന്റെ അത്ര വലിപ്പുള്ള ചേട്ടനോട് ഇങ്ങനെ വല്ലവരും കാണിച്ചാ അവിടെ കുറെ പെണ്ണുങ്ങൾ നിൽക്കണ്ടായിരുന്നു. അവര് ഇങ്ങനെ കാണിക്കുന്നു ചേട്ടനെ നോക്കിട്ടാ. ഓയ്യോ എന്നിട്ട് അപ്പൊ വേഗം സൈക്കിൾ സ്റ്റാൻഡ് വിട്ട് അവിടെ ചെന്ന് കയറുന്നില്ല അവരെടുത്ത്. കുഞ്ഞിക്കിടാവല്ലേ? കുഞ്ഞിക്കിടാവ് 10-18 വയസ്സുള്ള കുഞ്ഞിക്കിടാവാണോ? അല്ലേ? എനിക്ക് 10 വയസ്സ് 11 വയസ്സ് 12 വയസ്സ്. അല്ലല്ല ആ പ്രായത്തിൽ 1980 എത്ര വയസ്സുണ്ട്? 81 81 പറഞ്ഞ എത്ര വയസ്സ്? 12 വയസ്സ് ചേട്ടനെയൊക്കെ നോക്കിയിട്ട്. അല്ല 69 അച്ഛൻ ജനിച്ചേ. 11 വയസ്സ്. അപ്പൊ എത്രയുണ്ട്? അപ്പൊ 11 വയസ്സുള്ള ചേട്ടനെയൊക്കെ നോക്കി അങ്ങനെ ആക്ക എന്ത് ദാരിദ്ര്യം പിടിച്ച പെൺപിള്ളേരല്ല അവര്. അല്ല അവര് എന്റെ പിന്നില് വല്ല ആണുങ്ങൾ നിൽക്കണ്ടാവും ചേട്ടന്മാര്, അവരെ കാണിച്ചതാവും. എനിക്ക് എന്റെ മുന്നിൽ ഞാൻ 11 വയസ്സിൽ അത് ആക്കിയത് നല്ല ഓർമ്മയുണ്ട് ഇപ്പോഴും. അല്ല ഞാൻ പറയണത് അല്ല ഈ സിനിമയിലത്തെ ഓരോ കാര്യം നമുക്ക് ഓർമ്മയില്ലേ? ഞാൻ പറയുന്നത് സിനിമ പിന്നെയും കണ്ടിട്ടുണ്ടാവല്ലോ ആ പ്രായത്തിലല്ലാണ്ട്. പിന്നെ ഇതുവരെ പടം കണ്ടിട്ടില്ലേ മഞ്ഞിലിരിഞ്ഞ പൂക്കള്? ഞാൻ പറയണത് എന്താന്ന് വെച്ചിട്ടില്ലേ, ഞാൻ സൈക്കിൾ ചവിട്ടിട്ട് കൊണ്ടുപോ അല്ല ഒരു വീഡിയോ എടുത്തിട്ടില്ലേ ഓട്ടുകമ്മിലേക്ക് പോണത്. അതിൽ പറഞ്ഞിട്ടുള്ള കഥയാണിത്. ഈ സ്ഥലത്ത് വെച്ചിട്ട് അവിടെ ഒരു മറ്റേ ഒരു ഈ ടൈലറിങ്ങിന്റെ ഒരു കണ്ടമാൻ യൂണിറ്റ് ഉണ്ട് ഈ പള്ളിക്കാർ നടത്തുന്നത്. കണ്ടമാൻ അവിടെ കുറേ പെൺപിള്ളേർ വന്നിട്ട് നടത്തുക. അപ്പൊ തുറന്നിട്ടുണ്ടായിരുന്നില്ല ഇത്. ആ സമയത്താണ് ഞാൻ കാലത്ത് ചോറ് കൊണ്ട് പോണത്. അപ്പൊ ആ സമയത്താണ് ഇവര് പുറത്താണ് എല്ലാവരും നിൽക്കുന്നത്. അപ്പൊ മഞ്ഞണി കൊമ്പിലിന്റെ പാട്ട് റേഡിയോയിൽ വന്നു. അപ്പോഴാണ് മഞ്ഞണി കൊമ്പിലല്ല മിഴിയോരം, മഞ്ഞണി കൊമ്പിലല്ല മിഴിയോരം നനഞ്ഞൊഴുകും മുകിൽ മാലകളോ നിഴലോ
മഞ്ഞിൽ ആ പാട്ടില് ഉം. അങ്ങനെ ആ പാട്ട് വന്നപ്പോ നീ ആ സാധനം പൊടി അവര് നോക്കിയപ്പോ അവര് ചേട്ടനെയാണ് കണ്ടത്. അത്ര പ്രായണ്ട്. ചേട്ടൻ എന്നോട് ഇങ്ങനെ പറയൂട്ടാ, എപ്പോഴും ചേട്ടനെ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു, ചെറുപ്പത്തില് ഭയങ്കര ഒരു ഭംഗിയിലാണെന്ന് പറഞ്ഞിട്ടില്ലേ? എന്നാണ് ചുമപ്പ് കളറായിരുന്നു, ചോപ്പന്നാണ് ചേട്ടനെ വിളിക്കുക. ഇപ്പോഴും ആ ചന്ദ്രി ചേച്ചിയൊക്കെ കാണുമ്പോ ആ ചോപ്പ അങ്ങനെ വിളിക്കുക, അവിടത്തെ ചന്ദ്രി ചേച്ചി വത്സല ചേച്ചിയൊക്കെ. അപ്പോ അയ്യോ എന്റെ നെറ്റിയും പൊട്ടില്ല ചേട്ടാ, ഞാൻ കുത്തിയിട്ടുണ്ടായിരുന്നല്ലോ. പറഞ്ഞ ചോരമാങ്ങ അങ്ങനെ അങ്ങനെ. അപ്പൊ ചേട്ടൻ പറയുന്നത് ചോരമാങ്ങ, ചോപ്പൻ അങ്ങനെയൊക്കെ ആയിരുന്നു ചേട്ടന്റെ ഇരട്ടപ്പേര്. അപ്പൊ ചേട്ടന്റെ ചെറുപ്പത്തിൽ ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ അങ്ങനെ പറയും. അങ്ങനെ പറഞ്ഞിട്ട് നിനക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ ഞാൻ എൻ്റെ ചെറുപ്പത്തിലത്തെ ഫോട്ടോ അങ്ങനെ പറഞ്ഞിട്ട് ചേട്ടൻ ആ ഉടനെയില്ലേ ഇവിടെ അടുത്ത പ്രദേശത്ത് ഇങ്ങനെ വലിയ ചേട്ടന്മാര് ഇല്ലേ, ചേട്ടനേക്കാൾ ഇത്തിരി പ്രായം കൂടിയവർ നല്ല അവരുടെയൊക്കെ കല്യാണ ആൽബങ്ങളൊക്കെ തപ്പി ഇറങ്ങിയിട്ടുണ്ട് ചേട്ടനോരുടനെ. ചേട്ടൻ്റെ ആ ചെറുപ്പത്തിലത്തെ ഫോട്ടോ എനിക്ക് കാണിച്ചു തന്നിട്ട് എന്നെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ചേട്ടൻ്റെ സൗന്ദര്യം ചെറുപ്പത്തിൽ അങ്ങനെ കുറേ അന്വേഷിച്ച് നടന്ന് ലാസ്റ്റ് പൊന്നൂക്കരയ്ക്ക് പോയി, അമ്മയുടെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ചേട്ടൻ്റെ മാമൻ, അതായത് അമ്മയുടെ ഏറ്റവും താഴെയുള്ള ആങ്ങളേരെ കല്യാണം, ആ കല്യാണ ആൽബം. അപ്പോൾ 79 എന്ന് പറയുമ്പോൾ 10 വയസ്സ്. അപ്പോൾ 10 വയസ്സിൽ കാണാൻ പറഞ്ഞിട്ട് എന്നെയും കൊണ്ടുപോയി അങ്ങോട്ട്. എന്നെയും കൊണ്ടല്ലാണ്ട് ചേട്ടൻ മാത്രം കണ്ടേച്ചെങ്കിലേ ഒരിക്കലും അത് പുറം ലോകം അറിയില്ലായിരുന്നു. ഇത് എന്നെയും കൊണ്ടുപോയിട്ട് ഞാൻ ഇരിക്കുമ്പോൾ തന്നെ അവർ ആൽബം കൊണ്ടുപോയി തന്നു. എൻ്റെ മുന്നിൽ വെച്ചിട്ട് തന്നെയാണ് ഇതിൽ കാണണേ. അയ്യോ ചേട്ടനെ കണ്ടു കഴിഞ്ഞാല് ഇത്ര അന്ന് ആ 3 ഫോട്ടോ ആണ് എടുത്തിട്ടുള്ളത്. മറ്റേ സാധനം കൊണ്ടിട്ട് അവര് മറ്റേ ഈ തലകോടൊക്കെ മൂടിയിട്ട് മറ്റേ ഇത് കാണിക്കില്ലേ, ആ ഫോട്ടോ 3 സ്റ്റാൻഡുമേ ട്രൈപോഡുമേ പണ്ടത്തെ വെച്ചിട്ടുള്ള ഫോട്ടോ ആണ്. ഇങ്ങനെ എടുത്ത് മാറ്റിലാണ്. 3 ഫോട്ടോ ആണ്. അന്നത്തെ ഫോട്ടോകൾക്കൊന്നും ഇതില്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ആ ബ്ലാക്ക് ആൻഡ് വൈറ്റില് നമ്മളെ ഇങ്ങനെ പോട്ടി പടലത്തില് എന്നാലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയാലും അങ്ങനെ ഫോട്ടോ അതാണ് പറയുന്നത്. കോലൊന്നും കാണേണ്ടതായിരുന്നു, അത് കാണിച്ചു കൊടുക്കായിരുന്നല്ലോ നമുക്ക്. അതെ, ജഗ്ഗുവിന് ട്യൂഷന് പോകാറായി. ഇനി ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത് ഞങ്ങള് അപ്പൊ ജഗ്ഗുവിന് കഴിക്കേണ്ടത് ജഗ്ഗുവിന് വന്നിട്ട് കഴിക്കാം. എപ്പോഴെങ്കിലും പൊന്നൂക്കരിക്ക് പോകുമ്പോ അമ്മയുടെ കയ്യിൽ നിന്ന് ആൽബം വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാട്ടാ. ചേട്ടൻ പിന്നെ അത് കൊണ്ടച്ചോളാൻ പറഞ്ഞു വേഗം. ചേട്ടൻ ആകെ നടക്കടായി, അത് ഞാൻ കണ്ടുല്ലോ. അതിന് ഞാനത് ഇതിന്റെ സൈഡിലുണ്ടെങ്കിൽ വെച്ച് തരൂട്ടാ എന്റെ ഫോട്ടോ. അതില് കുഴപ്പമുണ്ടായിട്ടല്ല, ഇങ്ങനെ പറഞ്ഞ് നമ്മളിങ്ങനെ ഒരു ഇതിൽ കൊണ്ടിരുത്തിയേക്കണേ. അത്രയ്ക്ക് സുന്ദരനായിരുന്നു, ആര് കണ്ടാലും നോക്കും. കൊതിയാവും കണ്ടിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ഇങ്ങനെ ഇംഗ്ലീഷുകാരുടെ പോലെ അങ്ങനെ നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. ഭയങ്കര ഭംഗിയായിരുന്നു, ഓമനത്തായിരുന്നു. അങ്ങനെ ഇവിടെയുള്ള അയലക്കത്തുള്ള പെൺപിള്ളേരൊക്കെ ചേട്ടനെ എടുത്ത് ഒക്കത്ത് വെച്ച് കൊണ്ടുപോകും. അങ്ങനെയൊക്കെ ചേച്ചിമാര് ഒക്കത്ത് വെച്ച് കൊണ്ടുപോകും. അയലക്കത്തുള്ള ചേച്ചിമാര് അതെനിക്ക് ചേട്ടൻ കണ്ടിട്ടില്ല, അല്ല ചേട്ടൻ എടുത്തോണ്ട് അങ്ങനെ കേട്ടാ. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചിട്ട് നമുക്ക് കാണുമ്പോഴാണ് തോന്നുന്നത്, അല്ലാണ്ട് ഇപ്പൊ മോശമായിട്ടല്ല. അങ്ങനെ അതെ. അപ്പൊ നമുക്കിത് വെന്തോ നോക്കായിരുന്നു ചേട്ടാ. അങ്ങനെ ജഗ്ഗു പോയി, ചേട്ടൻ ക്യാമറയുടെ പിന്നിലേക്കും പോയി. വെന്തും തോന്നുന്നുണ്ടേ, പോരിഞ്ഞു തോല്ലിയോ കയ്യില് പോയി ചേട്ടാ. അയ്യോ കോഴികളെ ഉപദ്രവിക്കുന്നുണ്ടെന്നുണ്ട് കശ്മലന്മാരായിട്ടുള്ള ചാത്തന്മാര്, പൂവന്മാര്. ആരോ കമന്റ് ഇട്ടിട്ടുണ്ട് ചാത്തൻ എന്ന് പറയാൻ പാടില്ല, പൂവൻ കോഴി എന്ന് പറയണം എന്ന് പറഞ്ഞിട്ട്. ഓരോ നാട്ടിലും വേറെ അർത്ഥാവേ. ചാത്തൻ എന്ന് പറയുമ്പോ വേറെ വല്ലതിനെയും പറയണതേ അങ്ങനെ. അപ്പൊ അവർക്കത് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? പക്ഷെ നമ്മുടെ നാട്ടില് നമ്മൾ ശീലിച്ച ഭാഷ അതല്ലേ, നമുക്കതൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ലേ. എല്ലാ ഭാഷകൾക്കും അവരവരുടേതായ ഒരു ശൈലി, യുണീക്നെസ് ഒക്കെ ഉണ്ടാവുമല്ലോ. തൃശ്ശൂർ ഭാഷ ഇത്രമാത്രം ഹൃദ്യമായതും കുറേ പേര് ആരാധകരുള്ളതും ഇങ്ങനത്തെ കുറേ വാക്കുകളൊക്കെ വരുമ്പോഴാണ്. തൃശ്ശൂർക്കാർ ചീത്ത പറയണത് കേൾക്കാൻ വരെ നല്ല രസമെന്ന് പറയും, കോമഡിയാന്ന് അല്ലേ. പ്രത്യേകിച്ച് ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ചില അച്ചാച്ചന്മാരെ വർത്താനം കേൾക്കാൻ ഭയങ്കര രസമാണ്. എനിക്ക് തോന്നുന്നത് ഇത് കുറച്ചും കൂടി നാൾ കഴിഞ്ഞാലേ ഇതിൻ്റെ ഇലയൊക്കെ ഉണങ്ങി പരുവാകുമ്പോഴാണ് ഇത് കറക്റ്റ് പാകവാ. എനിക്കിതിങ്ങനെ തുറന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആവി പോണ് കാണാൻ നല്ല ഇഷ്ടമാണ്.
കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ മധുരം നല്ലത്. അല്ലെങ്കിൽ എന്താ? അല്ല മധുരം കൂടിയാലും കുഴപ്പമില്ല. നോക്കിയാ നല്ല ഞാരുണ്ട് ഇതിന്. എനിക്ക് ഡോക്ടറെ കാണാനായിട്ട് ബുക്ക് ചെയ്തേക്കണ ദിവസം ഇന്നാണ് കേട്ടാ. അന്ന് നമ്മൾ വീഡിയോ ഇട്ടിട്ട് അന്ന് ബുക്ക് ചെയ്തപ്പോൾ കിട്ടിയത് ജനുവരിയിലാണ് കിട്ടിയത്. പിന്നെ ഡിസംബർ 5-ാം തീയതിയിലത്തെ ആരോ ക്യാൻസൽ ചെയ്തു ബുക്കിങ്. അപ്പോൾ ആ നമ്പർ എനിക്ക് കിട്ടി. അപ്പോൾ വിളിച്ചപ്പോൾ വൈകുന്നേരം 8 മണിക്കാണ് ചെല്ലാൻ പറഞ്ഞേക്കണേ. അതായത് ആഗസ്റ്റ് മാസത്തിലാണ് ബുക്ക് ചെയ്തത്. ഓർമ്മയില്ല. ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, നമ്മളാ വീഡിയോ എന്നിട്ടെ 3-4 മാസം മുമ്പാണ് കിട്ടിയത്. അപ്പം വൈകുന്നേരം പോയിട്ട് നാളെ പറയാട്ടാ ഡോക്ടർ എന്നിട്ട് പറഞ്ഞത്. അപ്പം നല്ല സാധനമാണിത്, തിന്നാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നിർത്താം. പക്ഷെ മധുരം ഇല്ലയോ? മധുരം കുറവ്. സന്ധ്യ ആവാറായി, കൊതുകുകൾ വന്നു തുടങ്ങി. അപ്പോൾ നമുക്ക് നിർത്താം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. നന്ദി, നമസ്കാരം.